എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് അധികം ഓയിലൊന്നും ഇല്ലാണ്ട് ഒരു മുട്ടക്കറി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് ആയിട്ടുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു പ്രഷർ കുക്കർ വെച്ചിട്ട് അതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. ഈ ഉള്ളിയിൽ എണ്ണയൊന്ന് കോട്ടാവാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചാൽ മതി. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ എരിക്കനുസരിച്ച് ചേർത്താൽ മതി. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തക്കാളിയും ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ പുളി അനുസരിച്ച് ചേർത്താൽ മതി, അധികം പുളിയുള്ള തക്കാളി ചേർക്കണ്ട. ഇത്രയും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും ഈ ഉള്ളി വേവാൻ ആവശ്യമുള്ള വെള്ളവും ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലിന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പ്രഷറും നല്ലപോലെ റിലീസ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനുള്ള മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചെറുതായിട്ട് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂടിലാണെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോവും. ഇനി അഥവാ നല്ല ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് പൊടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഓൺ ചെയ്താലും മതി. അപ്പോൾ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഈ വെള്ളമെല്ലാം വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഇത് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഡ്രൈ ആയിട്ട് മതിയെങ്കിൽ ഈ പരുവത്തിൽ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവിയിൽ എടുക്കേണ്ടതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം, ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ ചേർത്ത് കൊടുത്ത വെള്ളവും മസാലയെല്ലാം കൂടി നല്ലപോലെ യോജിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിനകത്തോട്ട് നമ്മുടെ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്